ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കറിയാം ഞാൻ ചത്തട്ടൊന്നുമില്ല. കുറച്ച് നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ന്യൂ ഇയറിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടില്ലായിരുന്നു. വേറെ ഒന്നുമല്ല, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായത് തന്നെയാണ്. പക്ഷേ അപ്പോഴാണ് വേറൊരു കാര്യം, അതായത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ സത്യം പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാറുള്ളത് തന്നെയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. അതായത് പറഞ്ഞാൽ ന്യൂ ഇയർ കഴിയുമ്പോൾ എല്ലാവർക്കും എന്താ പറഞ്ഞാൽ ഒരു തിരിച്ചുവരവിന് മുമ്പ് ചെറിയൊരു ബ്രേക്ക് എടുക്കില്ല. അതാണ് ഞാനും ആക്ച്വലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ആൻഡ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, നമുക്ക് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു 4 ടീസർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ മറ്റേ അവതാറിൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു കാര്യം. സോ അത് ഫുള്ളി ഒരു ഡീകോഡും ബ്രേക്ക് ഡൗണും ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് തന്നെ. സോ ആദ്യമേ ഞാനൊരു കാര്യം പറയാം, ചിലപ്പോൾ നമ്മൾ ഇനിയും 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണെങ്കിലും ഞാൻ ഉറപ്പ് തരാം, ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിലേക്കെല്ലാം നമ്മൾ തിരിച്ചു വരുന്നത് തന്നെയായിരിക്കും. സോ ന്യൂ ഇയർക്ക് എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. സോ ഇതുവരെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറഞ്ഞറിയിക്കാനേക്കാളും കൂടുതൽ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ലാഗൊന്നും അടുപ്പിക്കുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഡൂംസ്ഡേയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു 4 ടീസറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ലോക്കിയുടെ സീരീസ് തന്നെ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണേണ്ടത് തന്നെയാണ്, മസ്റ്റ് വാച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഈ ഒരു മൾട്ടിവേഴ്സ് ആയിക്കകത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സീരീസിൽ കൂടി തന്നെയായിരിക്കും. കാരണം ഈ ഒരു സീരീസിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഒരു മൾട്ടിവേഴ്സ്, അതുകൂടാതെ തന്നെ TV എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പ്രൂണിങ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി, ഇതെല്ലാം നമ്മൾ ആക്ച്വലി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സീരീസാണ്. പിന്നെ വേരിയൻസ്, ഇതെല്ലാം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സീരീസ് തന്നെയാണ്. ചെറിയൊരു സ്പോയിലർ പറയാം, കാരണം ഇപ്പോൾ സീരീസ് ഇറങ്ങിയിട്ട് കുറേ ആയി, നിങ്ങളെല്ലാവരും എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ചൊരു ഒരു 30 സെക്കൻഡ് സ്കിപ്പ് ചെയ്തിട്ട് കാണാമെന്ന് ഞാൻ പറയുള്ളൂ. അതായത് പറഞ്ഞാൽ ആ ഒരു സീരീസിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ലോക്കി ആ ഒരു ത്രോണിൽ പോയി ഇരിക്കുന്നു. അതിനുശേഷം ആ ഒരു ടൈം ലൈൻ ഒരു ട്രീ ആക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, നേരത്തെ TV ഓരോ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ലൈൻസ് പോയി അവർ പ്രൂൺ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു ട്രീ ആക്കി മാറ്റിയപ്പോൾ അതിനകത്ത് കുറേയധികം ബ്രാഞ്ചസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ബ്രാഞ്ചസ് എന്താ മീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു പുതിയൊരു എക്സിസ്റ്റൻസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് ഈ ഒരു ടൈം ലൈനകത്ത് അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഫ്രീ വില്ലുണ്ട്. ആൻഡ് ആ ഒരു ഫ്രീ വില്ല് തന്നെയായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കകത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യം അത് തന്നെയായിരിക്കും. ഇതിനു മുമ്പ് ക്യാങ്ങും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഹൂ റിമെയിൻസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ. അതായത് ഫ്രീ വില്ല് വന്നു കഴിഞ്ഞാൽ ടൈം ലൈൻ എല്ലാം അൺസ്റ്റേബിൾ ആയി പോകും. അതിനകത്ത് മൾട്ടിപ്പിൾ ഇൻകേർഷൻസ് ഉണ്ടാവും, അതുകൂടാതെ തന്നെ മൾട്ടിപ്പിൾ ടൈം ലൈൻസ് ഉണ്ടാവും, വേരിയൻസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഫ്രീ വില്ല് ലോക്കി ആ ഒരു ത്രോണിൽ ഇരുന്നിട്ട് ഇതൊരു ബ്രാഞ്ചസ് ആക്കി മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് സംഭവിച്ചിട്ടുള്ളത് തന്നെ. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു, കാരണം TV വന്നിട്ട് അതെല്ലാം പ്രൂൺ ചെയ്ത് കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായത് തന്നെയാണ്. ആൻഡ് അവിടെയാണ് നമുക്ക് ആദ്യത്തെ ആ ഒരു ടീസറിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കേണ്ടത്. നമ്മൾ ആദ്യം കണ്ട ടീസറിനകത്ത് എന്തായിരുന്നു, സ്റ്റീവ് റോജേഴ്സ് തിരിച്ചു വരുന്നു, പുള്ളിക്കാരൻ വീണ്ടും ആ ഒരു ഫാമിലി ലൈഫിലേക്ക് വരുന്നു. ആൻഡ് ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീവ് റോജേഴ്സിന് ഒരു കുട്ടി ഉണ്ടാകും നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ ഒരു കുട്ടി എടുത്തു വെച്ചാണ് ആ ഒരു ടീസർ എൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തന്നെ. ആൻഡ് ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഏറ്റവും വലിയ കോർ കൺസെപ്റ്റും അത് തന്നെയാണ്. കാരണം തന്നെ പല കുട്ടികൾ ഈ ഒരു ടൈം ലൈനിൽ എക്സിസ്റ്റ് ചെയ്യാത്ത പല ആൾക്കാർ ഇൻകേർഷൻസ് ആയിട്ട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനകത്തുള്ള ഇവൻറ്റ്സ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം ഇങ്ങനെ ഒരു ടൈം ലൈൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കിയുടെ ആ ഒരു ഫ്രീ വിൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആക്ച്വലി സ്റ്റീവ് റോജേഴ്സിന് ഇപ്പോൾ ആ ഒരു കുട്ടിയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുന്നത്. സോ ദിസ് ചൈൽഡ് ഈസ് നോട്ട് സപ്പോസ് ടു ബി ഹിയർ. ഇനി നമ്മൾ തോറിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, തോറിൻ്റെ ലാസ്റ്റ് സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായത് തന്നെയാണ്. തോറിന് കറൻ്റ്ലി ഒരു മകളുണ്ട്. ആൻഡ് പുള്ളിക്കാരിയും സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈം ലൈനിൽ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ല, പുള്ളിക്കാരിയും മരിച്ചത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആക്ച്വലി അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, തിരിച്ചു എറ്റേണിറ്റി ആയിട്ടൊക്കെ സംസാരിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടീസറിലേക്ക് നമ്മൾ നോക്കിയാൽ സിക്ക് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതും സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഈ പറഞ്ഞ ഫ്രീ വില്ല് തന്നെയാണ്. സോ അപ്പോൾ ഇതും സത്യം പറഞ്ഞ ഒരു ഇൻകേർഷനാണ് ഈ ഒരു ടൈം
ലൈനിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെ. ഇനി നമുക്ക് നേരെ നമ്മുടെ എക്സ്മെനിലേക്ക് തന്നെ നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ഒറിജിനൽ ആ ഒരു ട്രിയോളജിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. X3 സൈക്ലോപ്സും ജീൻ ഗ്രേയും മരിച്ചു പോയിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അതിനുശേഷം ഇവർ എക്സ്മെൻ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഇറങ്ങിയതിനകത്ത് ഇവർ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ടൈം ലൈൻ മൊത്തത്തോടെ ഫക്ഡപ്പ് ചെയ്തിട്ട് അവരെല്ലാവരും തിരിച്ചു വരും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സൈക്ലോപ്സ് തിരിച്ചു വന്നായിരുന്നു, ജീൻ ഗ്രേയും തിരിച്ചു വന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ടായിരുന്നു, ആ ഒരു ക്ലിഫ് ഹാങ്ങർ വെച്ചിട്ടായിരുന്നു ആ ഒരു സിനിമ തീർന്നിട്ടുണ്ടായിരുന്നത് തന്നെ. സോ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു ടൈം ലൈനകത്ത് ഇവരും സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവർക്കും, അതായത് ജീൻ ഗ്രേക്കും സൈക്ലോപ്സ് അവരുടെ ഒരു റൊമാൻറ്റിക് അഫെയർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ വൂൾവറിനായിട്ട് പുള്ളിക്കാർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഇത് ഫീനിക്സിൻ്റെയും അതുകൂടാതെ തന്നെ സൈക്ലോപ്സിൻ്റെയും മറ്റൊരു കുട്ടിയും കൂടി നമുക്ക് എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. അത് ഞാൻ പറയും, ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈം ലൈൻ മൊത്തം, അതായത് എക്സിസ്റ്റ് ചെയ്യാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ലൈനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ 4ാമത്തെ ടീസറിനകത്ത് എവിടെയോ കൊട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയേ പറയുള്ളൂ. ലാസ്റ്റത്തെ ബ്ലാക്ക് പാന്തർ സിനിമ എൻഡ് ചെയ്ത സമയത്ത് സൂറി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും എനിക്കിപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചെറിയൊരു ഡയലോഗ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടീസറിനകത്ത്. അത് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ജൂനിയർ ബ്ലാക്ക് പാന്തറിനെ അവർ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജൂനിയർ ടീച്ചാല. മിക്കവാറും ആ ഒരു കുട്ടിയെ ഈ ഒരു പല കാര്യങ്ങൾ കൊണ്ട് പുള്ളിക്കാരൻ ഈ ഒരു ടൈം ലൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരിക്കും, ഈ ഒരു ടൈം ലൈനിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടാവും. സോ അതും മറ്റൊരു റൂമേഴ്സ് തന്നെയാണ്. കാരണം ഈ ഒരു കുട്ടി ഈ ഒരു ടൈം ലൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പല ആൾക്കാരും എക്സിസ്റ്റൻസി ഇല്ലാത്ത ആൾക്കാർ തിരിച്ചു വരുന്നു, എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഫെന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടി സത്യം പറഞ്ഞ ഈ ഒരു ടൈം ലൈനിൽ ഇപ്പോൾ ജനിക്കേണ്ടതല്ല. ഇതിനു മുമ്പ് ക്യാങ്ങും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിവേഴ്സിലെ തന്നെ ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ബീയിങ് ആയി മാറും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ആൻഡ് അതാ ഞാൻ പറഞ്ഞത്, എക്സിസ്റ്റ് ചെയ്യാത്ത ആൾക്കാരും ഇപ്പോൾ ജനിക്കേണ്ടാത്തായിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം ലോക്കിയുടെ ആ ഒരു ബ്രാഞ്ചസ് ഫ്രീ വിൽ ആയതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ടീസറും ഫെന്റാസ്റ്റിക് ഫോറിൻ്റെ സിനിമയും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ സത്യം പറഞ്ഞാൽ ഡൂംസ്ഡേ സിനിമ ലീഡ് ചെയ്യുന്നത് ഇതിലേക്ക് വേണ്ടി തന്നെയാണ്. ഇനി ഇവിടെ എങ്ങനെ നമുക്ക് ഡോക്ടർ ഡൂമിനെ കാണാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ ഡൂമിന് ഇതേപോലത്തെ ഇൻകേർഷൻസ് സംഭവിക്കുന്നതും അല്ലെങ്കിൽ ടൈം ലൈനിൽ ചേഞ്ചസ് സംഭവിക്കുന്നതും പുള്ളിക്കാരൻ ഇഷ്ടമല്ല. സോ ബേസിക്കലി പുള്ളിക്കാരൻ ടൈം ലൈൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഫിക്സ് ചെയ്യുന്നത് ടി-വിയെ ഫിക്സ് ചെയ്യുന്ന പോലെയല്ല, പുള്ളിക്കാരൻ്റെ രീതിയിലാണ് പുള്ളിക്കാരൻ അത് ഫിക്സ് ചെയ്യാൻ വരുന്നത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ഡോക്ടർ ഡൂമിൻ്റെ വാറ് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു ടൈം ലൈനിൽ ഈ ഒരു മൾട്ടിവേഴ്സിനും എതിരായിട്ട് തന്നെയായിരിക്കും. സോ പുള്ളി ഈ പറഞ്ഞ എക്സിസ്റ്റിംഗ് അല്ലാത്ത ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നു, അവരെ ആ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യുന്നു എന്നുള്ള മോട്ടീവിൽ തന്നെയായിരിക്കും എന്താണെങ്കിലും ഡോക്ടർ ഡൂം വരാൻ പോകുന്നത്. അതിൻ്റെ ടീസ് തന്നെയാണ് നമ്മൾ ഫെന്റാസ്റ്റിക് ഫോർ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു പുതിയ 4 ടീസറിൽ കൂടി നമുക്ക് ഡൂംസ്ഡേ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇപ്പം ഒരു കോട്ട് ഞാൻ ആലോചിക്കുന്നു, ക്യാങ് പറയുന്നത് തന്നെ, അതായത് ഇഫ് ദർ ഈസ് എ ഫ്രീ വിൽ ദ എൻറ്റയർ മൾട്ടിവേഴ്സ് വിൽ ബി ഡൂംഡ് എന്നുള്ളൊരു കാര്യം. അത് തന്നെയായിരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു ഡൂംസ്ഡേയുടെ ഏറ്റവും വലിയ അവർ കാണിച്ചു തരാൻ പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കോണ്ടെക്സ്റ്റ് അത് തന്നെയാണ് ആകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ, നിങ്ങൾ ആക്ച്വലി ഇതിനായിട്ട് യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. സോ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ ഐ വിൽ ബി റിട്ടേണിങ് ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.